ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഒരു മിനിയേച്ചർ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനിവിടെ ഫോം ക്ലേ ആണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 2-3 കളറ് ക്ലേ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തായാലും ഇത് ലാസ്റ്റ് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്ലേ വെച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് നീഡ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു കേക്കിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെഡിസിനൊക്കെ മേടിക്കുമ്പം ഒരു ബോട്ടിലിൻ്റെ മുകളിലുള്ള ആ ഒരു മെഷർമെൻറ്റ് ക്യാപ്പില്ലേ, അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ അത്യാവശ്യം ക്രാക്കി ആയിരിക്കും. അത് ഞാൻ ഇതുപോലെ ഈ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ്സിലൊക്കെ നമുക്ക് അത്യാവശ്യം കുഴികൾ പോലെയൊക്കെ കാണാം. അത് ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ സെയിം ക്ലേ വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് കുഞ്ഞ് കാഷ്യൂനട്ട്സും പിന്നെ റൈസിൻസും പിന്നെന്താ ടൂട്ടി ഫ്രൂട്ടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറന്നു പോയതുകൊണ്ടാണ് ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്തത്. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇവിടെ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വാർണിഷും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡും കൂടെ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് ബോട്ടിലിൻ്റെ മുകളിലുള്ള ഈ ഒരു സംഭവമില്ലേ, അതിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കേക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.